രാജ എന്ന് പറഞ്ഞാൽ എങ്ങനെ? നീ ഇന്നലെ രാത്രി എത്തും രാവിലെ എൻ്റെ കൊണ്ട് തരാമെന്ന് പറഞ്ഞല്ലേ? എടെ പാർട്ടിയുടെ പൈസയാണത്. അതില്ലാതെ എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ? ആ ഓ നീ വൈകിട്ട് എത്തുമോ? ആ ഞാൻ അതുപോലെ എന്തെങ്കിലും ഒരു വഴി നോക്കട്ടെ. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാതെ നിൽക്കുകയാണ്, അതാണ് കേട്ടോ. ഓ ശരി. അവനെയൊക്കെ വിശ്വസിച്ച് ഓരോ കാര്യങ്ങളും കാര്യമില്ല. അത് എങ്ങനെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങും? തങ്കം ഇനി വന്നേടി. പിന്നെ ഒന്നുമില്ല, ഈ പിന്നെ 2000-ന്റെ ഒരു 5 നോട്ട് എടുക്കാൻ ഇവിടെ എവിടെയെങ്കിലും കാണുമോ? എന്തിനാ കേട്ടോ? ഇല്ല, പാർട്ടിയുടെ പൈസ എടുത്തുന്നാള് ഒന്നും മറിച്ചേ. എന്തിനു മറിച്ച്? നമ്മളന്ന് കാപ്പിയൊക്കെ കുടിക്കാനൊക്കെ പോയില്ലേ പുറത്ത്? ആ ശരിയാ. 10,000 രൂപയ്ക്ക് കാപ്പി കുടിച്ചായിരുന്നു, മറന്നുപോയതാ. തമാശ കളിക്കല്ലേ തങ്കം? അല്ല, 10,000 രൂപയ്ക്ക് കാപ്പി കുടിച്ചു. അല്ല, അന്ന് നമ്മളെ പോയ വഴി കാപ്പിയെ കുടിച്ച് അതിന്റെ ഇതില് പാർട്ടിയുടെ ഞാൻ വേറെ ഇത് മറിച്ചില്ലേ, അതിന്നിപ്പോ കൊടുക്കണം. അവിടെ കണക്ക് നോക്കണ ദിവസമാണ്. അയ്യോ, ഇപ്പൊ പെട്ടല്ലോ. പെട്ടെന്ന് പറഞ്ഞാലേ ആ നടരാജൻ എന്നെ എത്തിക്കാന്ന് പറഞ്ഞത്. അവനപ്പോ വൈകുന്നേരം ആവും എത്താൻ. എന്തെങ്കിലും ഒരു തിരിമറിയ ഇത് മറ്റേ ഊരാൻ പറ്റില്ലല്ലോ, അതല്ലേ ഇത് ഇങ്ങനെ കിടക്കണം. അല്ലെങ്കിൽ പണ്ടേ എന്നാ ഊരിയെടുത്തോ. അത് ഊരാൻ പറ്റണ സമയത്ത് ഞാൻ ചോദിച്ചല്ലോ, അപ്പൊ തന്നില്ലല്ലോ. നമുക്കൊന്ന് പോയിട്ട് വന്നാലോ? എവിടെ? ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ക്ലീറ്റോന് ഇപ്പൊ എന്താ വേണ്ടേ? 10,000 രൂപ വേണം, അതാണ്. 10,000 രൂപ തന്നാ പ്രശ്നം തീർന്നില്ലേ? പ്രശ്നം തീർന്നോ? സന്തോഷാകുവോ? നീ കളിയാക്കണ ആണോ അതോ കാര്യമായിട്ട് പറയണം? ക്ലീറ്റോന്റെ വിഷമം എന്ന് പറഞ്ഞാൽ എന്റെ വിഷമം കൂടിയല്ലേ ക്ലീറ്റോ? അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്, എടുത്തോ. പൈസ വെച്ചിട്ടാണ് വൈകുന്നേരം എടുക്കാൻ കേട്ടാ. പിന്നെ വേഗം തരണേ. ഒരു ശകലം ബോധം നിങ്ങളുടെ തലയ്ക്കകത്ത് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ആ പാട്ടിൽ കൈയിട്ട് വാരോ ക്ലീറ്റോ? അല്ല, എനിക്ക് ശകലവും ബോധമില്ലാത്തോണ്ടാണല്ലോ നിന്നെ ഞാൻ കെട്ടിയെടുത്തേ. ഇപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് പണിയൊന്നുമില്ല. അയ്യോ, ഒരു പണിയില്ല. എന്നാ ഞാൻ അങ്ങോട്ട് പോയി, എനിക്ക് പണിയുണ്ട്. വെറുതെ ഈ മോനെ കണ്ടുകൊണ്ടിരുന്ന ഇന്നത്തെ ദിവസം പോക്കാം. ക്ലീറ്റ് എങ്ങും പോണ്ട, ഞാൻ എന്തേലും ചെയ്തോളാം. നമുക്ക് ഇന്നലെ പാട്ടൊക്കെ പാടി വിട്ടിരിക്കാം. കണ്ണിൽ നോക്കിയിരുന്നാൽ കളഞ്ഞു പോയ സ്വപ്നങ്ങൾ. പാവട്ടാ 10,000 രൂപ നടക്കണോക്കെ. പണിക്ക് പോ ക്ലീറ്റോ. സൗകര്യമില്ലടി പണിക്ക് പോവാൻ. 10,000 രൂപ പുല്ല് പോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ആ പിന്നെ പണിക്ക് പോവാതെ 10,000 രൂപ ഉണ്ടാക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. അപ്പൊ പിന്നെ ഇതേപോലെ മോതിരമൊക്കെ മുറിച്ചെടുക്കേണ്ടി വരും. ആ ഞാൻ ചിലപ്പോ മോഷ്ടിക്കും. നിനക്കെന്താ? എവിടെ പോവാ ചേട്ടാ? ഓടി അളി ഇറങ്ങിയില്ലേ? അളിയൊന്നും ലേറ്റ് തന്നെ. അളിയോ എവിടെ പോണ്ടാ? എടാ ഇതേ നിക്കണ് നോക്കി, ഇന്നത്തെ കണി പോയില്ലേ? ഇന്നത്തെ ദിവസേ പോയി. ആ അങ്ങനെ അളി അങ്ങോട്ട് പറയണ്ട. എന്നെ കണ്ടിട്ട് പോയ ദിവസങ്ങളിലെല്ലാം നിനക്ക് വെച്ചടി കയറ്റം തന്നെ. ആ അത് നീ പറഞ്ഞു വളരെ കറക്റ്റാ. നിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വെച്ചടി കയറ്റാ. എന്നും കംപ്ലൈന്റ്, എന്നും പ്രശ്നങ്ങൾ. കോടി വെക്കാ കയറാ തന്നെ. പണിയുടെ കുഴപ്പമില്ല. അതെ, ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊണ്ടോ തടഞ്ഞു വെച്ചേക്കുന്നത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പത്രത്തിലും വായിച്ചു. ഒരു കുഴപ്പമില്ലല്ലോ. കിട്ടിയോ? അതല്ലേ, ഒരു 10 രൂപ എടുക്കാൻ കാണുമോ? ഓ, ചായ കുടിക്കാൻ ഒരു 10 രൂപ നിന്റെ കയ്യിലില്ലടോ. ചായ കുടിക്കാൻ രാവിലെ ചായ കുടിക്കാം. അതല്ല, ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ നീ തന്നെ. 10,000 രൂപ വൈകിട്ടെടുക്കാം. പിന്നെ വൈകിട്ടെടുക്കാനാണെങ്കിൽ പിന്നെ നീ അല്ലെന്നേ, ആ നടരാജനെ അവൻ എനിക്ക് പൈസ ഇന്ന് രാവിലെ തരാന്ന് പറഞ്ഞത്. ആളിപ്പോ എറണാകുളത്ത് നിന്ന് തിരിച്ചിട്ടേ ഉള്ളൂ. ഇവിടെ എത്താൻ ഇച്ചിരി ലേറ്റ് ആവും. ഇനി അഥവാ ലേറ്റ് ആയാൽ ഒരു കരുതൽ, അത്രേ ഉള്ളൂ. നമ്മുടെ നടരാജനല്ലേ, അവൻ പറഞ്ഞാണല്ലോ അച്ചട്ടാ. അല്ലടി, അവൻ തരും, പക്ഷെ അവൻ ലേറ്റ് ആയി. എറണാകുളത്ത് നിന്ന് വന്നോണ്ടിരിക്കണോ, ട്രെയിൻ ലേറ്റാണേ. നീ ഒരു 10 രൂപ തന്നാൽ ഞാൻ വൈകുന്നേരം അങ്ങ് തിരിച്ചെടുക്കാം. എന്താ പേര്? നീ കാര്യം ചെയ്യും, നിന്റെ അക്കൗണ്ടിൽ പേരുക, ഞാൻ അക്കൗണ്ടിൽ ഇട്ടോളാം. അളിയാ 5702420413. നീ എവിടെയെങ്കിലും എഴുതിയിടത്? എഴുതാ പേനൊന്നുമില്ല. ഒന്നുകൂടെ പറഞ്ഞേ. 5702420413. ഓക്കെ. അല്ല, അത് നീ എങ്ങനെ കിട്ടും? പിന്നെന്താ കിട്ടാൻ? അത് മറന്നു. എന്തിനു ഞാൻ പറയണ മനസ്സിലുണ്ട് അളിയാ. ഇല്ല, ആളി ഒന്ന് പറയളിയാ. എന്താണ് ഈ പറയണ? ഒരു കാര്യം ചെയ്യേ, ഇനി അഥവാ അക്കൗണ്ടിൽ പൈസ വന്നില്ലാന്ന് വെക്കി, നീ ചമന്തെടുത്ത് വെക്കി.
ഞാൻ ഉം. ജമന്തിയുടെ അടുത്ത് ഓ പിന്നെന്ത് നിന്റെ ഭാര്യ എടുത്ത് ഞാൻ പൈസ ചോദിക്കണം. അവള് തരുമെന്ന് വേണ്ട, നിനക്കിപ്പോ തരാൻ പറ്റുമെങ്കിൽ താ. ശരിയടേ അവളുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്ന്. അത് ശരിയാവില്ല. എന്റെ അളിയ എനിക്ക് ശമ്പളം കിട്ടുമ്പോ 2000 രൂപ വെച്ച് അവള് വാങ്ങിക്കും. എത്ര പൈസയാണ് അവളുടെ കയ്യിലുള്ളത് ദൈവത്തിന് പോലും അറിഞ്ഞൂടാ. അങ്ങനെയാണെങ്കിൽ അളിയനൊന്ന് പറയരുത്. അപ്പൊ ഞാൻ പറയില്ല. നീ താളിയാ. നീ ഒരു കാര്യം ചെയ്യും, ഇനി അഥവാ അവള് തന്നില്ല എന്നുണ്ടെങ്കിൽ അമ്മയോട് ചോദിക്കും. ഏയ് അമ്മ മെനഞ്ഞാന്ന് പെൻഷൻ കാശ് തന്നതേ ഉള്ളൂ. എടുക്കളയാ പൈസ തന്നിട്ട് പോയ. ഞാനിടാ, നീ കാത്തിരുന്നോ പിന്നെന്താ. പോട്ടെ എടാ ഇത് പ്ലെയിൻ ഒന്നും അല്ലല്ലോ നിനക്ക് ഇങ്ങനെ വളയ്ക്കാൻ. വേണം എടുത്തിട്ട് കൂടെ. ആ നീ വണ്ടി എടുക്കടാ. അവൻ പറഞ്ഞു കറക്റ്റ് അല്ലേ? കൂട്ടുകെട്ട് കൊള്ളു. ആ അതെ വരുന്നടുത്ത്. ഐ നിങ്ങൾ ഇറങ്ങയോ? ആ അതെ ഇറങ്ങയി. നിർത്ത്, ഒരു കാര്യം പറയണ്ടേ? അയ്യോ നിർത്താൻ എങ്ങനെ ഉണ്ട് ഇപ്പൊ? ഞാൻ ഇറങ്ങിയപ്പോഴേ തിരിച്ചോടിയത് കണ്ടല്ലേ. ഇവനെ കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ കാര്യം പോക്കാം. എനിക്കത് ഓഫ് ചെയ്താൽ നീ വന്നാ ഒരു കാര്യം സംസാരിക്കാണ്ടെന്ന്. ഇല്ല മാമ, നേരം വൈകി ഓഫീസിൽ പോണ്ടേ. എടാ അത് കാശിന്റെ കാര്യമാണ്, നീ ഒന്ന് ഇടപെട്. കാശ് കിട്ടാനാണോ കൊടുക്കാനാണോ? ഞാൻ ആർക്ക് കൊടുക്കാൻ, എനിക്ക് കിട്ടാനല്ലേ ഉള്ളൂ. അമ്മാവന് കാശ് കിട്ടാനുള്ള കാര്യമാണ്. നിന്റെ കടിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ എടാ നമ്മുടെ ആ ചായക്കട നടത്തണ ഉണ്ണിയില്ലേ, കുറി നടത്തിയിരുന്നല്ലോ അവൻ. ഉണ്ണിച്ചേട്ടൻ ഞാൻ പറഞ്ഞില്ല 50,000-ന്റെ കുറി കൂടി ഇത് അവസാനത്തെ നടക്കാറുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ മാസം. 1-ാം തീയതി കുറി വിളിച്ചാൽ 5-ാം തീയതി പൈസ തരണം. ഞാൻ ഇപ്പൊ കുറി വിളിച്ചിട്ട് ഇപ്പൊ ഇന്നിപ്പോ 15 10-15 ദിവസമായി അവന്റെ പിന്നാലെ നടക്കണം. അവൻ പൈസ തരുന്നില്ലെന്ന്. അത് ഇങ്ങോട്ട് ചോദിച്ചു വാങ്ങിക്കണം. അപ്പൊ അത് ചോദിച്ചാൽ തരണ്ടേ? അപ്പൊ അവൻ പറയുന്നത് മറ്റൊരു തന്നില്ല, അവര് തന്നില്ല, ഞാനാകെ പെട്ടിരിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചിട്ടല്ലേ ഒരു കുറിയിൽ ചേരുക. ആ കാശും കൂടി തരണ്ടേ? അതെ, അത് അങ്ങനെ എങ്ങനെയൊന്നും പോയി ചോദിക്കരുത്. അപ്പൊ അത് കുത്തിന് പിടിച്ചിട്ട് കാശിടറാ എന്ന് ചോദിക്കണം. അതിപ്പോ എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഈ പ്രായത്തിൽ ചെന്നിട്ട് അവന്റെ വിഷമം കാണുമ്പോ സൈക്കിളില്ല. നിങ്ങളൊന്ന് ഇടപെട്ടിട്ട് അത് ദേഷ്യപ്പെട്ട് മേടിച്ചതാ. അമ്മാവ് വഴക്കുണ്ടാക്കണ്ട, അയാൾ നല്ല വൃത്തിയായിട്ട് കുറി നടത്തുന്ന ആളാണ്. അതാണ് ഈ തെമ്മാടിത്തരം ഇപ്പൊ കാണിച്ചേക്കുന്നത്. കുറി നടത്തണോണ്ടല്ലേ ചേർന്ന്, പക്ഷെ ഇപ്പൊ തരുന്നില്ലല്ലോ. ആ അത് നമുക്ക് എന്തായാലും ചെയ്യാം, ചോദിച്ചോക്കാം. അങ്ങനെ പറയില്ല, അത് വാ നമുക്ക് പോയി ചോദിച്ചിട്ട് അമ്മാവ് വരണ്ടെന്ന് കനകൻ ചോദിച്ചാൽ അയാൾ തരും. അയാളുടെ വീടറിയില്ല. ആ, എനിക്കറിയാം. വായനശാലയുടെ പിന്നിലെ 3-ാമത്തെ വീട്. ഒരു കാര്യം കുറി ചെയ്യാം. നടത്തുന്ന ഉണ്ണിച്ചേട്ടനല്ലേ? ഒരാളും പോയിട്ട് കാര്യമില്ല. നമുക്ക് ഞാനും കൂടെ വരാം. എന്റെ ക്ലീറ്റസ് നീ ഒന്നും ഇടപെടാതിരിക്കോ? അത് എങ്ങനെയെങ്കിലും അവര് പറഞ്ഞു മേടിച്ചു തരും. വേണ്ട, ഞാൻ ഇടപെടുന്നില്ല. എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. വേണ്ട, പ്രശ്നം നീന്നല്ലോ. വിളിക്കൊന്നിട്ടില്ലെന്ന് വിളിച്ചു. ആ ക്ലീറ്റസേ, നീ നേരത്തെ ചോദിച്ചല്ലോ അമ്മാവൻ തരും. ഏത്? മറ്റേതേ 10. ആ പോട്ടെ പോട്ടെ. അല്ല ഇത് ഇതെന്താ എന്താ? അമ്മാവന്റെ കുറി പൈസ അല്ലേ? ഞങ്ങള് കേറിയിട്ട് മേടിച്ചു തരാം, ധൈര്യമായിട്ട്. നീ വിളിക്കട്ടെ, ശരിയായി വിളിക്കും. ഇന്നെ മേടിച്ചതാ. ആ അതെന്താ 10 പറഞ്ഞു? അതെ, അവർക്ക് ഉച്ചയ്ക്ക് മുമ്പ് 10 പോസ്റ്റ് കയറണമെന്ന്. ആ ഓടാ, ഭയങ്കര പണി ഒരിക്കലും. അതെ അതെ, ഒരു ചായ കുടിച്ചുകൂടെ വീട്ടിൽ നിന്ന്? വിശ്വാസക്കുറവല്ലോ ഉണ്ടോ? എന്നെ വിശ്വാസമില്ല, പക്ഷെ എന്റെ തങ്കല്ല ചായ ഉണ്ടാക്കും. മതി, അത് മതി. എന്നെ വിശ്വസിക്കണ്ട. ഓ കാശും കൊണ്ട് വല്ലവൻ്റെ കൊടുത്തിട്ട്. Alien versus Alien.